നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് കാനഡ, അവിടെ ഏകദേശം 70,000-ഓളം പേരെ പുറത്താക്കുകയാണ്. അവിടുത്തെ ഇമിഗ്രേഷൻ ലോ ടൈറ്റൻ ചെയ്തു. പിന്നെ ഓസ്ട്രേലിയ അതേ നിയമം തന്നെ കൊണ്ടുവരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടനിലുണ്ടായ സംഭവം അവിടുത്തെ പ്രാദേശിക രീതിയിൽ, അതായത് അവിടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ജനങ്ങളും അവിടെ ജീവിക്കുന്ന ജനങ്ങളുമാണ് ബേസിക്കലി അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ലീഗൽ ഇമിഗ്രൻസുമായിട്ട് വരുന്നവർ ആ സ്റ്റേറ്റിനെ, ആ രാജ്യത്തെ നശിപ്പിക്കുന്നു. ഇവിടെയാണ് ഇനി അടുത്ത സംഭവം ഉണ്ടായി. എന്താണ് ജർമ്മനിയിലുണ്ടായത്? കാരണം ജർമ്മനിയും പറഞ്ഞു കഴിഞ്ഞു അവരുടെ ഇമിഗ്രേഷൻ ലോയും അതേപോലെ ആൾക്കാർ വരുന്നു, അത് ടൈറ്റൻ ആക്കുവാണ്. അവരും ആൾക്കാരെ പുറത്താക്കാൻ പോവുകയാണ്. കഴിഞ്ഞിടയ്ക്ക് ജർമ്മനിയിൽ 3 പേരെ അവിടെയുള്ള ഇസ്ലാമിക് ടെററിസ്റ്റുകൾ വെടിവെച്ചു കൊന്നു. ജർമ്മനിയിലുണ്ടായ സംഭവമാണ്. അവിടുത്തെ ചാൻസലർ പോയിരുന്നു ഇത് കാണാൻ. കാരണം അവർ വല്ലാത്ത ഷോക്കായിപ്പോൾ. അവർ പറഞ്ഞത് കൊന്നവരും ഇസ്ലാമിക് സ്റ്റേറ്റും ISI അവർ പറയുന്നത് പാലസ്റ്റീനിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നതിൻ്റെ പേരിലാണ് ക്രിസ്ത്യൻസിനെയും ജൂസിനെയും ഞങ്ങൾ കൊല്ലുന്നത്. ഇതാണ് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഇതിൻ്റെ പേരിലാണ് ജർമ്മനി തീരുമാനമെടുത്തത്. ഫ്രാൻസിലും ഉണ്ടായി ഇതേ സമയത്ത്. അവിടെ ജൂയിഷ് സിനഗോഗിൽ അതിൻ്റെ അടുത്തൊരു 3ഓളം വണ്ടികളെ കത്തിച്ച് കളഞ്ഞു. അത് അവർ സിനഗോഗിനെ കയറി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇതോടുകൂടി ജർമ്മനിയും ഫ്രാൻസിൻ്റെ മറ്റുള്ള യൂറോപ്യൻ രീതിയിലോട്ട് പോകാൻ പോവുകയാണ്. അവിടെയുള്ള ഇസ്ലാമിക് സ്കോളേഴ്സിനെ അവർ നാടുകടത്തുന്നു. അതായത് പലരും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നവരെ അവിടുന്ന് പാക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ മദ്രസകൾ അവിടെ ഉണ്ടെങ്കിൽ അതും അടയ്ക്കാൻ തീരുമാനിക്കുന്നു. എന്തൊക്കെയാണ് ഫ്രാൻസ് എടുത്ത തീരുമാനങ്ങൾ, അതേപോലെ തന്നെ ജർമ്മനി എടുക്കാൻ തീരുമാനിക്കുന്നു. ജർമ്മനിയും അതേ ആക്ഷൻ പ്ലാനുകളാണ് എടുക്കാൻ തീരുമാനം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഇമിഗ്രേഷൻ ലോ ടൈറ്റ് ആക്കുമ്പോൾ, അതായത് അതിൻ്റെ ക്ലോസസ് എടുത്ത് കളയുമ്പോൾ അവിടെ പഠിക്കാൻ പോയിട്ട് ഒത്തിരി വളരെയധികം മലയാളികളും ഇന്ത്യക്കാരും ഉണ്ട്, ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് അവിടെ പോകുന്നവർ. അപ്പം ഇവരിൽ ഏകദേശം അതിൻ്റെ അകത്ത് കണക്കുകൾ പറയുന്ന ഒരു ജർമ്മൻ പത്രത്തിനാദ്യം വന്നിരിക്കുന്ന കണക്കും അത് ട്വീറ്റിൽ ഞാൻ കണ്ടു. ഏകദേശം ഇപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് പുറത്താക്കാൻ ഉദ്ദേശിക്കുന്ന 50,000-ഓളം പേരെയാണ്. അതായത് അവിടെ പഠിക്കാനാണെന്നും പറഞ്ഞ് പോയിട്ടുള്ള 50,000-ഓളം പേരെ ഫസ്റ്റ് ലിസ്റ്റിൽ അവർ പുറത്താക്കും. ഇതിൽ ഏറ്റവും കൂടുതലുള്ള മുസ്ലിങ്ങളെയാണ്. കാരണം ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം അവിടെ ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ്. എല്ലാവർക്കും അവരുടേതായ ഫ്രീഡം ഉണ്ട്, അവർക്ക് റിലീജിയസ് ഫ്രീഡം എല്ലാം കൊടുത്തു. കാരണം ഇപ്പോഴുണ്ടായിരുന്ന ചാൻസലർക്ക് മുമ്പേ ഇരുന്നൊരു സ്ത്രീയായിരുന്നു, നിങ്ങൾക്കറിയായിരുന്നു. അവർ വളരെയധികം ഫ്രീഡമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൊടുത്ത് ഇങ്ങോട്ട് അവിടെ കൊണ്ടുവന്നത്. അതേപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ അസൈലമായിട്ട് വരുന്നവരെ അവരെ പ്രത്യേക ഒരു ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരെ അവിടെ കൊണ്ടുവന്നിട്ട് അവരെ ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ചെയ്ത ശേഷമാണ് അവർക്ക് ജോബ് പെർമിഷൻ, അതായത് പിന്നീട് അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. അതും സ്ട്രിക്റ്റ് ആയിട്ട് ജർമ്മനി ഫോളോ ചെയ്യാൻ പോകും. അതായത് അസൈലമായിട്ട് അറേബ്യൻ രാജ്യങ്ങളും ആഫ്രിക്കയിൽ നിന്നും വന്നവരെ അവരെ ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് അവരെ ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം അവർക്ക് പുറത്ത്, അതായത് ആ ക്യാമ്പിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള പെർമിഷൻ, ജോബ് പെർമിഷൻ കൊടുക്കാനുള്ള പരിപാടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഒരു കാര്യം വ്യക്തം, ഈ ഇസ്ലാമിക ടെററിസവും ഇസ്ലാമിക ഗ്രൂപ്പിനെ പിന്താങ്ങുന്ന ആളുകൾ മുഖാന്തരം ഇസ്ലാം എന്ന് പറഞ്ഞ ആ മതത്തിന് തന്നെ വലിയ പ്രശ്നമാണ് ഇപ്പോൾ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതേപ്പറ്റി പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ അവരുടെ ലോ തന്നെ, അതായത് ഇസ്ലാമിക് ലോ തന്നെ വേണ്ട എന്നുള്ള രീതിയിലോട്ട് പോവുകയാണ്. കാരണം സുഡാൻ എന്ന് പറയുന്ന രാജ്യം, അവിടെ 2 ഇസ്ലാമിക ഗ്രൂപ്പുകൾ തമ്മിലാണ്. അവിടുത്തെ പട്ടാളവും അവിടെ രണ്ടും ഇസ്ലാം തന്നെയാണ്. അവർ തമ്മിൽ അടിയാണ്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചു വീഴുന്ന ഒരു രാജ്യമായിട്ട് സുഡാൻ മാറി. അതിൻ്റെ കാരണം ഈ മതം തന്നെയാണ് എന്നാണ് പല വിശകലനവും അനലിസ്റ്റുകളും ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക്, ഇസ്ലാം പേരുള്ളവർക്ക് ലോകത്ത് പല ബ്ലോക്കുകളുണ്ട്. കാരണം പല എയർപോർട്ടിലാണെങ്കിലും പല രാജ്യങ്ങളിൽ എൻട്രി കിട്ടുന്നില്ല, പലയിടത്തും വിസ കിട്ടുന്നില്ല. ഞാൻ ഈ പറയുന്ന എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ഇത് കൂടുതൽ വിസിബിളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ, അത് അമേരിക്ക നേരത്തെ ഈ സംഭവമുണ്ട്. യൂറോപ്പത്തെ പല രാജ്യങ്ങളും, യൂറോപ്പിലെ പല പ്രത്യേക ഇനി ഈസ്റ്റേൺ യൂറോപ്പ് ആണെങ്കിലും ഷെങ്കൻ കൺട്രി ആണെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ ഇസ്ലാമിക
മതവിശ്വാസത്തിലുള്ളവർക്ക് ഏർപ്പെടുത്താം ആ ഒരു രീതിയിലോട്ട് പോകുക. ഡെൻമാർക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ താമസിച്ച് ഇസ്ലാമിലെ വിശ്വാസികൾ ഓരോ ഭാഗത്ത് ക്ലസ്റ്റർ ഉണ്ട്, അവരെ മാറ്റി മാറ്റി താമസിക്കുകയാണ്. അത് സ്ട്രിക്റ്റ് ആയിട്ട് ലോ ആണ് അവരെടുത്തിരിക്കുന്നത്. സ്വീഡനിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ഇമിഗ്രേഷൻ ലോ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീഡനിൽ ആലോചിച്ച് നോക്കുക, നേരത്തെ പ്രശ്നമുണ്ടായിക്കൊണ്ടിരുന്ന ഇസ്ലാമിക് ഗ്രൂപ്പുകൾ കംപ്ലീറ്റ് സൈലന്റ്, ഒതുക്കി ദൂരെ കളഞ്ഞു ഈ സാധനത്തെ പലയിടത്തു നിന്നും. ഇപ്പം ഇംഗ്ലണ്ടിലെ കാര്യം നിങ്ങൾ കണ്ടതാണ് ഈ സംഭവം. ഇതേപോലെയാണ് ലോകത്ത് പലയിടത്തും. ഇപ്പം അടുത്ത സമയത്ത് ജർമ്മനിയിലും ഫ്രാൻസിലും നടന്നു കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും വളരെ ഫോക്കസ്ഡ് ആയിട്ട് മുൻപന്തിയിൽ വരുന്നു. ഫ്രാൻസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ എടുത്തിട്ട് മദ്രസകളും അവിടെ പല പള്ളികളും അടച്ചു പൂട്ടി പലരെയും ഡീപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും ജർമ്മനിയിൽ ഇപ്പോൾ ഡീപ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് മലയാളികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. അതായത് ഈ മതവിശ്വാസത്തിന് കാര്യമായ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എവിടെയും പോകാത്ത ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെ അവരെ എന്തിനാണ് ലോകത്ത് എവിടെയോ നടക്കുന്ന ഒരു കാരണത്തിന്റെ പേരിൽ കൊല്ലുന്നത്? ഇതാണ് ചോദ്യം. അതാണ് ജർമ്മനിയിലുണ്ടായത്, അതാണ് ഫ്രാൻസിലുണ്ടായത്. ഇപ്പം സാധാരണ ജനങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളും, ഞാൻ പറയാൻ പോകുന്ന വളരെ പ്രത്യേകതയാണ്, പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്ലാം മതം ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്.